ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെയും അതുപോലെ തന്നെ നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു പപ്പായ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതിവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ ഇതിവിടെ ഒരു മുറി പപ്പായ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പകുതി എടുത്തിട്ടുള്ളൂ. ആ ഒരു പപ്പായയുടെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു റെസിപ്പി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഇതവിടെ ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിതുപോലെ നാടൻ വിഭവങ്ങളെല്ലാം തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 5-6 ചെറിയുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയുള്ളിക്ക് പകരം വേണമെങ്കിൽ സവാളയോ എടുക്കുക കേട്ടോ. പക്ഷേ സവാളയേക്കാളും കൂടുതൽ ടേസ്റ്റ് നമ്മൾ ചെറിയുള്ളി എടുക്കുന്ന സമയത്താണ്. പിന്നെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളകിന് പകരം കാന്താരി മുളകില്ലേ, അത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ആ ഒരു ഉള്ളിയെല്ലാം നല്ലൊരു ഗ്ലാസ് പരുവത്തിൽ വരുമല്ലോ, അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പപ്പായ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന പപ്പായയുടെ ആ ഒരു വേവിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള പപ്പായ എന്നുണ്ടെങ്കിൽ നമുക്കിതിന് മുന്നേ വെച്ച് നോക്കുമ്പോൾ ഏകദേശം അതിൻ്റെ ആ ഒരു വേവ് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ നോക്കിയിട്ട് അങ്ങനെയും ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മൺചട്ടി ആയത് കാരണം ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ പപ്പായ നല്ല പാകത്തിന് തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഇവിടെ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ എടുക്കുന്നത് സവാളയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ മുഴുവനായിട്ടുള്ള ജീരകം വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതിവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതിയേ. ഇനി ഈ ഒരു അരപ്പ് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു പപ്പായയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എന്നോട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ തേങ്ങയുടെ ആ ഒരു പച്ചച്ചുവയും അതുപോലെ തന്നെ ആ ഒരു ചെറിയ ജീരകത്തിൻ്റെ ആ ഒരു പച്ചച്ചുവയെല്ലാം ഒന്ന് മാറി വരട്ടെ. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തൈരിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു തൈര് നല്ല പുളിയുള്ള തൈരാണ്. അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം.
അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പപ്പായ റെസിപ്പി ഇതവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് നല്ല ചൂട് ചോറിൻ്റെയും അതുപോലെ തന്നെ നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പപ്പായ ഇതുവരെ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ പപ്പായ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.